നമസ്കാരം. എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് എയർബിഎൻബിയിലൂടെ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും അവർ ഉണ്ടാക്കുന്നതാണോ? അതോ ചുമ്മാ ഒരു ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അതേക്കുറിച്ച് നമ്മളോടൊന്ന് വിശദീകരിക്കാനായിട്ട് ബയേഴ്സ് ഏജന്റായിട്ട് സിഡ്നി ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന സുദേശാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം അതേക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നതാണ്. സുദേശേ, നമസ്കാരമുണ്ട്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ജിൽസ്. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ട് പോണു. ഇപ്പോ ബിസിയാണ്. ഞാൻ നാട്ടിൽ പോയി വന്നേ ഉള്ളൂ. നാട്ടിൽ പോയിട്ട് ചൂടുണ്ടായിരുന്ന ആവശ്യത്തിന് അതോ? ഇല്ല, നല്ല കാലാവസ്ഥയായിരുന്നു. ഞാൻ ഡിസംബർ ജനുവരിയിൽ പോയി വന്നു. തകർത്തു അല്ലേ? അപ്പൊ നമ്മൾ മലയാളികളായിട്ടുള്ള ഒരുപാട് ആൾക്കാര് എയർബിഎൻബിയില് പ്രോപ്പർട്ടി ഇടാറുണ്ട്, അതിൻ്റെ അകത്തോട്ട് പൈസ ഉണ്ടാക്കാറുണ്ടെന്ന് കേൾക്കാറുണ്ട്. പല സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യാറുമുണ്ട്. അത് ശരിക്കും സത്യമാണോ? അതായത് എയർബിഎൻബിയിൽ നമുക്കിപ്പോ നല്ല ബെറ്റർ ആയിട്ടുള്ള റെന്റൽ റിട്ടേൺസ് കിട്ടും. അതായത് റെന്റൽ ലിമിറ്റ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇപ്പോൾ എയർബിഎൻബി എന്ന് പറഞ്ഞാൽ അതൊരു സീസണൽ, ഇപ്പൊ ചില ലൊക്കേഷൻ അനുസരിച്ചാണ് നമുക്ക് എയർബിഎൻബിയുടെ റിട്ടേൺസ് കിട്ടുക. കാരണം ചില ഏരിയയിൽ എവർഗ്രീൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എല്ലാ സമയങ്ങളിലും നമുക്ക് ഗസ്റ്റിന് അല്ലെങ്കിൽ ഒക്യുപ്പൻ്റ് ആയിരിക്കും. ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70% ആണ് നമ്മൾ ഈ എയർബിഎൻബിയിൽ ഒക്യുപ്പൻസി പ്രതീക്ഷിക്കുന്നത് ഇയർലി. അപ്പോൾ ഒരു 70% നമുക്ക് ഒക്യുപ്പൻസി വന്നാൽ തന്നെ നമുക്കൊരു സാധാരണ ഒരു നോർമൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതലായിട്ട് റെന്റൽ റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഈ എയർബിഎൻബി പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണോ ആ ഏരിയയിലുള്ള ടൂറിസ്റ്റ് എന്തൊക്കെയാണ് അതിനൊക്കെ കൺസിഡർ ചെയ്തിരിക്കും നമുക്ക് അതിനകത്ത് കിട്ടുക റിട്ടേൺസ്. പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കേണ്ടതായിട്ട് കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടും. പക്ഷെ ഇത് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ ലൊക്കേഷനും സൂട്ടബിൾ അല്ല. 2025 ഇത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ എയർബിഎൻബി? പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഡാറ്റ നോക്കിയിട്ട് വേണം നമ്മൾ എയർബിഎൻബി പ്രോപ്പർട്ടി ചൂസ് ചെയ്യാനായിട്ട്. ഉദാഹരണം ഇപ്പോൾ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. സിഡ്നി എന്ന് പറയുമ്പോൾ അതൊരു എവർഗ്രീൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. പക്ഷെ വേറൊരു സ്ഥലത്തേക്ക് മാറി ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി പാരാമറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഗോൾഡ് കോസ്റ്റ് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്, അതൊരു എവർഗ്രീൻ സിറ്റി എന്ന് നമുക്ക് പറയാം ഈ ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എവിടെയാണ്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ മീൻസ് അത് സിംഗിൾ അപ്പാർട്ട്മെന്റ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാമിലി ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നതാണോ? അപ്പോൾ ഈ ആ ഏരിയയിലുള്ള ടൂറിസ്റ്റുകളെ എന്താണ് അട്രാക്ഷൻ, അത് അവിടുത്തെ സീസണൽ എങ്ങനെയാണ്, അപ്പൊ അവിടെ വരുന്ന ടൂറിസ്റ്റ്, അപ്പൊ ഇതിനെല്ലാം അനലൈസ് ചെയ്യാനുള്ള ഡാറ്റ സോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഡാറ്റ സോഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഏരിയ ലൊക്കേഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പാണ് പുള്ളിക്കാരന് സിഡ്നിയിൽ നിന്ന് മെൽബണിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. വന്നപ്പോൾ പുള്ളിക്കാരന് ഇവിടെ വീട് എടുത്തില്ല, സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 2-3 ആഴ്ച ഒക്കെ പിടിക്കുമല്ലോ അപ്പാർട്ട്മെന്റ് കിട്ടാനായിട്ട്. അപ്പൊ അതിന് മുമ്പ് അവന് ഈ എയർബിഎൻബിയിലാണ് താമസിച്ചത്. എയർബിഎൻബി അവൻ താമസിച്ചപ്പോൾ അത് അവനെടുത്ത ഒരു റൂമായിട്ട് അവന് കിട്ടി. അതൊരു ഫാമിലിയുടെ കൂടെയാണ്. അപ്പൊ അവൻ സാധാരണ ഒരു വീക്കിലേക്ക് $200 കൊടുക്കുന്നതെങ്കിൽ അവൻ 2 ദിവസത്തേക്ക് $200 കൊടുക്കാറുണ്ട്. അതെ 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 അതെ. അപ്പൊ അത് ഒരു ഫുൾ ഹൗസ് ആയിരുന്നില്ല, ജസ്റ്റ് ഒരു വീടിന്റെ ഒരു റൂം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതെ അതെ അതെ. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് ഒരു വീട് ഫുൾ ആയിട്ട് നമ്മൾ കൊടുക്കണോ, അതോ വീടിന്റെ ഓരോ പാർട്സ് നമുക്ക് എയർബിഎൻബിയിൽ ഇട്ട് സാധിക്കുമോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ എയർബിഎൻബി പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രോപ്പർട്ടി മാനേജർ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഈ രീതിയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ചില ഏരിയയിൽ ചില ലൊക്കേഷനിൽ അത്രയും ഡിമാൻഡുള്ള സമയമായിരിക്കും ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ബെഡ്റൂം ഹൗസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 3 ടെനൻസിന് കൊടുക്കാനുള്ള ഓപ്ഷൻസും എയർബിഎൻബിയിലുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ന്യൂ ഇയർ സീസൺ അല്ലെ, ന്യൂ ഇയർ സീസണിൽ സിഡ്നി സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് 3 ഫാമിലിക്ക് അല്ലെങ്കിൽ 3 ആളുകൾക്ക് അത് റെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ എയർബിഎൻബി അവിടെ ബുക്ക് ചെയ്യണത് ഒരു 3 മാസം മുന്നേ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണേൽ കുറഞ്ഞ ഫീസ് ആയിരിക്കും. ചിലപ്പം
അന്ന് 2 ദിവസം മുന്നെയാണ് ബുക്ക് ചെയ്യുന്ന ആൾക്ക് ടൈംസ് മേ ബി 5 ടൈംസ് 10 അല്ലെങ്കിൽ ഫീസ് അല്ലെങ്കിൽ ചാർജ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പെർമനന്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ടെനന്റിന് കൊടുക്കുന്ന സമയത്ത് അതിന്റെ റെന്റ് എപ്പോഴും 1 വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് നമുക്ക് ടെനൻസിന് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, കാരണം അവിടെ ലൊക്കേഷൻ കറക്റ്റ് ആണ്, അവർ കറക്റ്റ് ഡാറ്റ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് ടീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകും. പക്ഷേ ഇതെല്ലാവർക്കും ഒരേപോലെ അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ ലൊക്കേഷനും ഒരേപോലെ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഒരു കാര്യം കൂടെ പറയുന്നത്, ലൊക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കോൺട്രവേഴ്സി ആയിട്ട് പറയുന്നതല്ല. കാരണം നമ്മുടെ വേറൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ടൂറിസ്റ്റ് ഏരിയ ഒന്നും ആയിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ അത് സാധാരണ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അത്ര ഹൈഫൈ ആയിട്ടുള്ള ഏരിയയും അല്ല. പക്ഷെ പുള്ളി എയർബിഎൻബിയിലാണ് ഇട്ടത്. പുള്ളിയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് എയർബിഎൻബിയിൽ ഇട്ട പുള്ളി. അപ്പൊ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഏകദേശം ഫുൾ ഇയർ തന്നെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വേറെ കമ്പനിക്കാര് 2 മാസത്തേക്ക് 3 മാസത്തേക്ക് റെന്റിനെടുത്തു. അതെ. അപ്പൊ ഷോർട്ട് ടൈം റെന്റിനായിട്ട് സാധാരണ വീടുകൾ സാധാരണ നമ്മൾ ലോങ് ടൈം റെന്റിനുള്ള സാധനം കിട്ടില്ല, എയർബിഎൻബിയിൽ അത് കിട്ടി. അപ്പൊ അവൻ പറഞ്ഞത് അവൻ ഒരിക്കലും വേക്കന്റ് ആയിട്ട് കിടന്നിട്ടില്ല എന്നാ പറഞ്ഞത്. അതൊരു എല്ലാ സാഹചര്യത്തിലും സംഭവിക്കുന്നതാണോ അത് അവിടെ? അല്ല, അതായത് ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വേക്കൻസി റേറ്റ് നോക്കും. വേക്കൻസി റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 100 വീടുണ്ടെങ്കിൽ എത്ര വീട് അവിടെ വേക്കന്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി റേറ്റ് 1% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99% അവിടെ ഓക്യുപ്പൈഡ് ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എയർബിഎൻബിയിൽ എയർ DNA എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, എയർ DNA. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു ഫ്രീ വെബ്സൈറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എയർ DNA എന്ന് അടിച്ച് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലൊക്കേഷൻ വെച്ചിട്ട് അവിടുത്തെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ചില ഏരിയയിൽ ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ കൂടി ഒരുപാട് എംപ്ലോയ്മെന്റ് ഉള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ ബിസിനസ് പാർക്കുള്ള ഏരിയ ആണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ വരും ബിസിനസ് പർപ്പസിനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബിസിനസ് പർപ്പസിന് വരുമ്പോൾ അവർക്ക് ഒരു റൂം മതി. ഇപ്പൊ 3 റൂം ഉണ്ടെങ്കിൽ 3 ആൾക്കും കൊടുക്കാൻ വേണമെങ്കിൽ പുറത്തൊരു ബെഡ് ഇട്ട് അവിടെയും കൊടുക്കാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിലാണ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത്, നല്ല ലൊക്കേഷനാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ആക്കി ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പർ ഡാറ്റ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് അച്ചീവബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിന് നമ്മൾ പ്രോപ്പർട്ടി മാനേജേഴ്സിനെ വെച്ചാണ് റൺ ചെയ്യാൻ പറ്റുള്ളൂ, അതോ നമുക്ക് തന്നെ ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും? സ്വന്തമായിട്ട് റൺ ചെയ്യുന്നുണ്ട് ചില ആള്. നല്ല ശതമാനം ആൾക്കാരും ഇതൊരു ബിസിനസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് റിട്ടേൺസ് വരണം. അപ്പോൾ അതായത് ഒരാൾ തുടങ്ങുന്ന സമയത്ത് അവർ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ 2-3 പ്രോപ്പർട്ടി ഒക്കെ ആയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ പോവാണ് എന്താ പറയുക, നമ്മുടെ ടൈം മാനേജ് ചെയ്യാനൊക്കെ എളുപ്പം. പക്ഷെ തുടക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ സ്വയം മാനേജ് ചെയ്യാം. പക്ഷെ മാനേജ് ചെയ്യുമ്പോൾ ഒരു ടെനന്റ് വരുന്ന സമയത്ത് അവർക്ക് കീ കൊടുക്കണം, അതിനൊരു സോഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരാൾ പോയി ഇൻസ്പെക്ട് ചെയ്യണം, എല്ലാം ഓക്കെ ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ബോണ്ട് മണി ആദ്യം വാങ്ങിച്ചിട്ടാണ് അത് അവർ കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു ബ്രേക്ക് ചെയ്യുക, എന്തെങ്കിലും നാശമായി കഴിഞ്ഞാൽ അവന് ഫണ്ട് നമുക്ക് എടുക്കാനുള്ള സോഴ്സ് അവിടെ ഉണ്ട്, കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചിട്ടേ കൊടുക്കുള്ളൂ. പക്ഷെ എന്നാലും അത് കഴിയുമ്പോൾ ഒരു ടെനന്റ് പോയി അല്ലെങ്കിൽ ഒരു ക്ലയന്റ് പോയി അടുത്ത ക്ലയന്റ് വരുമ്പോഴേക്കും അത് മാനേജ് ചെയ്യണം, പ്രോപ്പർട്ടി ക്ലീൻ ചെയ്യണം. അപ്പൊ ഇതിനെല്ലാം നമുക്കൊരു മാനേജ് ചെയ്യാൻ ഒരാൾ വേണം. ആളുള്ളതാണ് ബെറ്റർ. പക്ഷെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സമയവും സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. ഇത് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് ഏജൻസി ഏൽപ്പിക്കണം. ഏജൻസിയുടെ കമ്മീഷൻ ടു ഹൈ ആണ് കേട്ടിരിക്കുന്നത്, അത് ശരിയാണോ? അതെ, അതായത് 15 മുതൽ 25% വരെയൊക്കെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഫീ വരുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു വീട് പ്രോപ്പർട്ടി മാനേജറുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 6 to 8% ഒക്കെയാണ്, ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേറ്റ് അല്ലെ. അപ്പൊ അതിനകത്ത് 15 മുതൽ 25% വരെ എന്താ പറയുക പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഫീസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നല്ല ലൊക്കേഷനാണ്, നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കത് പ്രൈസ് നമുക്കത് അച്ചീവബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കത് റിട്ടേൺസ് പ്രോമിസിങ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ എയർബിഎൻബിയുടെ ഇൻകം ബാങ്കുകാര് ഒരു ഇൻകമായിട്ട് കണക്കാക്കാറില്ല. നമുക്ക് മറ്റു പ്രോപ്പർട്ടികൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2, 3, 4, 5, 10, 100 പ്രോപ്പർട്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹൈ റിസ്ക് അല്ലേ? അതെ, അതായത് ഇപ്പൊ ഈ എയർബിഎൻബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല. ഇപ്പൊ ഒരാളിപ്പോ ഫസ്റ്റ് തന്നെ എയർബിഎൻബി പ്രോപ്പർട്ടി വാങ്ങിച്ചു, ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, അടുത്ത പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്ക് ഫസ്റ്റ് എയർബിഎൻബിക്ക് പോകരുതെന്നാണ് ഞാൻ പറയുക. കാരണം ഈ എയർബിഎൻബിയുടെ ഇതൊരു പെർമനന്റ് റിട്ടേൺസ് വരുന്നില്ല, ഇൻകം വരുന്നില്ല. അപ്പൊ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അടുത്ത പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിന് കൺസിസ്റ്റന്റ് ആയിട്ട്
നമുക്ക് ഇൻകം വരുന്നതായിട്ട് കാണിക്കാൻ പറ്റണം. അപ്പോൾ എയർബിഎൻബിയിൽ അത് കിട്ടില്ല. കാരണം എപ്പോഴും ചിലപ്പോൾ ഒരു ബ്രേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് എങ്ങനെ നോക്കുന്നത് വെച്ചാൽ 2 വർഷത്തെ ഇൻകം ആവറേജ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ അടുത്തൊരു പ്രോപ്പർട്ടി ലോണിന് പോകണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ ഇൻകം സ്റ്റേബിൾ ആയിട്ട് വന്ന് അതിൻ്റെ ആവറേജ് നോക്കിയിട്ടാണ് ബാങ്ക് ലോൺ തരുള്ളൂ. അതേസമയം സാധാരണ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ റെന്റൽ ഇൻകം നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരൻ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ എയർബിഎൻബിയിൽ പോയി അടുത്ത പ്രോപ്പർട്ടി പെട്ടെന്ന് വാങ്ങിക്കണം എന്നുള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണെങ്കിൽ ഇത് നോട്ട് സൂട്ട് ഫോർ ദം, അല്ലേ? ഓക്കെ, അതെ. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എയർബിഎൻബി വളരെ ഫ്ലാഷി ആയിട്ടൊക്കെ പറയുന്നതാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരാഴ്ചത്തെ ഇൻകം 2 ദിവസം കൊണ്ട് കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ശരിക്കും അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ആൾക്കാർക്ക് എയർബിഎൻബി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ലൊക്കേഷൻ ആണെങ്കിൽ ഒരു 100,000 വരെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കേഷൻ ആണ്. അതായത് ചില ഏരിയയിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഗോൾഡ് കോസ്റ്റ് ടൂറിസ്റ്റ് വരുമ്പോൾ അവരൊരു 2-3 ഫാമിലി ആയിട്ട്, ഇപ്പോൾ 2-3 ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പോവുക. അപ്പോൾ ഈ 3 ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവർ പോകുമ്പോൾ ഒരു 3 ദിവസമാണ് അവിടെ സ്പെൻഡ് ചെയ്യുക. ഈ 3 ദിവസത്തിന് അപ്പാർട്ട്മെന്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഫാമിലിക്ക് നല്ല പൈസയാവും ചെയ്യും. അതിന്റെ കൂടെ അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റും, അവിടെ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് 3 ഫാമിലിക്ക് അവരൊരു 3,000-4,000 കൊടുക്കാൻ അവർക്ക് അത് മടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് എന്താ പറയുക, വെർത്താണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ലൊക്കേഷനിലാണ്, അങ്ങനത്തെ ഒരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള റിട്ടേൺസ് വരും. അപ്പം നമുക്കിത് ഒരു ഇയർലി 100K അല്ലെങ്കിൽ 120K അതൊക്കെ അച്ചീവബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻസ് അല്ലേ? ഓക്കെ, കാരണം ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർക്ക്, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ ഈ റെന്റൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല വീടുകളും മേടിക്കുന്നതിന് പകരം ഒരു വീട് മേടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് അതൊരു ലിവിങ് ഏണിങ് എന്താ പറയുക, ഒരു അസറ്റായിട്ട് കണക്കാക്കുകയാണെങ്കിൽ എയർബിഎൻബി ഗുണകരമാണെന്നാണ് എൻ്റെ ചോദ്യത്തിന്റെ കാരണം. അപ്പം ഒരു വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം 100,000 ഉണ്ടാക്കുക, പിന്നെ എല്ലാം എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു 50,000 നമ്മുടെ പോക്കറ്റ് വീടുവാണെങ്കിൽ ദാറ്റ്സ് ഇനഫ് ടു ലീവ്, അല്ലേ? അതെ 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 അതെ. അപ്പം ഒരുപാട് തലവേദന എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു പക്ഷേ കൂടുതൽ ഇൻകം ഉള്ള മീൻസ് ഏണിക്കം ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ ചിലപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഓരോ ആളുകളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ചില ആളുകൾക്ക് ഇത് ഓക്കെ ആയിരിക്കും ഈ ഒരു സ്ട്രാറ്റജി, പക്ഷെ ചില ആളുകൾ അങ്ങനെ ആവില്ല. ഇപ്പൊ ഇതിനകത്ത് റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് 100 ഡേയ്സും എല്ലാ ഏരിയയും പിന്നെ ഓക്യുപ്പൈഡ് ആവണം നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മാനേജ്മെന്റ് ടീം അതുപോലെ നല്ലതായിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ മറ്റുള്ള ഇതുപോലെ ഇതിൻ്റെ അകത്ത് റെന്റ്, അതായത് ഓരോ സീസണിനനുസരിച്ച് റെന്റിൽ വേരിയേഷൻ വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് നല്ല പ്രോപ്പർട്ടി മാനേജ്മെന്റ് ടീം വേണം. അപ്പൊ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഒരു ക്ലയന്റ് അവിടെ, ടെനന്റ് അവിടെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ എന്താ പറയുക, ഐഡന്റിറ്റി അല്ലെങ്കിൽ ബാങ്ക് കാർഡ്, ഇതെല്ലാം ഒരു സെർട്ടൻ എമൗണ്ട് ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അതിനകത്ത് ലോസ് വന്നാലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിച്ചു അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ പൈസ അതിനകത്ത് നിന്ന് പിന്നെ എന്താ പറയുക, അവരിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാനേജ്മെന്റ് ടീം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിസ്കുകൾ കുറവാണ്. റിസ്ക് നമ്മൾ ഇൻഷുറൻസ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇൻഷുറൻസ് നമുക്ക് എന്താ പറയുക, നമ്മളെ ഒരു ബാക്കപ്പ് ആണ്. ഓക്കെ, അപ്പൊ അതോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പൊ ഇതൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു റെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഇത്, സാധാരണയിൽ നിന്നും. കാരണം ഒരുപാട് ടൈപ്പുള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇൻഷുറൻസ് നമ്മൾ സ്പെഷ്യൽ ഇൻഷുറൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എയർബിഎൻബിക്ക് ആയിട്ടുള്ളത്. ഇൻഷുറൻസ് കൂടുതലായിരിക്കും. അതെ, അത് എല്ലാ ഇൻഷുറൻസുകാരും ചെയ്യാറുമില്ല. ഇല്ല, എല്ലാം പ്രോപ്പർട്ടി മാനേജ്മെന്റ് ടീം നമ്മളെ ഗൈഡ് ചെയ്യും. ചെയ്തെടുക്കണം, എന്തൊക്കെ കവർ വേണം എന്നുള്ളത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് നമ്മൾ അഡ്വൈസ് ചെയ്യും. അപ്പൊ നമ്മൾ അവരുടെ അഡ്വൈസ് ആയിട്ട് പോണതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾ സ്വന്തം ഒരാൾ മാനേജ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി എയർബിഎൻബി ഇൻഷുറൻസ് ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരും. എയർബിഎൻബിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഷുറൻസ്. അതെ, അതായത് ഇപ്പം സ്റ്റാർട്ടിങ് വേണമെങ്കിൽ നമുക്ക് ഏജൻസി ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏജൻസിയെ മാറ്റിയിട്ട് നമുക്ക് തന്നെ അതെ മാനേജ് ചെയ്യാവുന്നല്ലോ. അതെ, പക്ഷെ അത് അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള ഒരു സംഭവമല്ല പലർക്കും
പക്ഷെ എന്നാൽ പല ആൾക്കാരും തന്നെ ചെയ്യുന്നുണ്ട്. ചിലരെ കൊണ്ട് സാധിക്കും, ചിലരെ കൊണ്ട് സാധിക്കില്ല. അതിപ്പോ നമുക്ക് സാധാരണ ഒരു പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ തന്നെത്താനെ റെന്റിന് കൊടുക്കുന്നവരുണ്ട്. 8ഉം 10ഉം പ്രോപ്പർട്ടീസ് ഉള്ളവർ തന്നെത്താനെ പ്രോപ്പർട്ടി കൊടുത്ത് അവർ തന്നെ മാനേജ് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാരെ കൊണ്ട് അത് സാധിക്കില്ല. അവർ പറയും വേണ്ട, ഞാൻ മാനേജ്മെന്റ് ഫീ കൊടുത്ത് അവരെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയും. രണ്ടിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷെ എന്താ പറയുന്നത്, പല രീതി സൂട്ടാകുന്ന കേസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ഓപ്ഷൻ ആണ് അല്ലേ? അതെ. അതിപ്പോ ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ അനുസരിച്ച് എന്താ പറയാ, ഇത് മാറിക്കൊണ്ടിരിക്കും. ചില ആളുകൾ കംഫർട്ടബിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ, പല ആളുകളും റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ അയ്യോ ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് അത് സൂട്ടബിൾ അല്ല. അപ്പോൾ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഈ എയർബിഎൻബിക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് മേക്ക് ഷുവർ ചെയ്യണം, നമ്മളെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ. ഗവൺമെന്റ് റൂൾസ് ഓരോന്നിനുണ്ട്, ഓരോ സിറ്റിയിലും ഓരോ റൂൾസ് ആണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ഡിസ്കസ് ചെയ്ത് അവരുടെ അഡ്വൈസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലൊക്കേഷൻ. എയർബിഎൻബിക്ക് ലൊക്കേഷൻ തന്നെയാണ് മെയിൻ. ഇപ്പോൾ നമുക്ക് ആ ഏരിയയിൽ വരുന്ന ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഏത് രീതിയിലാണല്ലോ വരുന്ന വിസിറ്റേഴ്സ്, അതൊരു ഫാക്ടറാണ്. അപ്പം നമുക്ക് അതെല്ലാം നോക്കാനായിട്ട് ഡാറ്റ എടുക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അതെല്ലാം നോക്കി ഇതിനകത്തുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒരു അഡ്വൈസും കൂടെ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കാം. നമ്മൾ റൈറ്റ് പ്ലേസിലാണ് വാങ്ങിക്കുന്നത്. ഇപ്പൊ ചില ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം സിംഗിൾ ആളുകൾ വരുന്ന ഏരിയ ആയിരിക്കും. അപ്പം നമുക്ക് അവിടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് നമുക്ക് ലാഭങ്ങളായിട്ട് ഓടിക്കാൻ പറ്റും. ചില ഏരിയയിൽ കുറെ ഫാമിലികൾ ഒന്നിച്ചു വരുന്ന ഏരിയ ആയിരിക്കും. അപ്പം നമുക്ക് അവിടെ എന്താ ഒരു വലിയ വീട് അങ്ങനത്തെ. അപ്പോൾ നമ്മൾ ആ ഏരിയയിലത്തെ ടൂറിസ്റ്റിന്റെ ആളുകളുടെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വരുന്നത്, അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളെ ലൊക്കേഷനും അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ട്രാക്കിലാണ് പോകണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ഓവർകം ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ വളരെയധികം റെസ്ട്രിക്ഷൻസുകൾ ഓരോ സിറ്റി ടു സിറ്റിയും ഓരോ ഗവൺമെന്റ് ടു ഗവൺമെന്റിന് വ്യത്യാസം ഇല്ലേ? ഉണ്ട്. അതായത് ഓരോ ഏരിയയിലും എയർബിഎൻബിക്ക് ഓരോ റൂൾസ് ഉണ്ട്. അപ്പം നമ്മളത് ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. എയർബിഎൻബി നല്ല ഓപ്ഷനാണ്, പക്ഷെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ എക്സ്പേർട്ടിന്റെ അഡ്വൈസോടുകൂടെ വാങ്ങിക്കുക. അതായത് ഈ ഡാറ്റാസ് എല്ലാം നോക്കിയിട്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് എയർബിഎൻബിയെ കുറിച്ച് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും പറ്റിയൊരു പണിയല്ല, പക്ഷെ വളരെ ആൾക്കാരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് ഒരുപാട് ഹെൽപ്പുകളും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. അതിനായിട്ടുള്ള സൈറ്റുകൾ, അതിനായിട്ടുള്ള ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സാധനം ചെയ്യാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും അത് ചെയ്യേണ്ട കാര്യമില്ലാത്തവർക്കും അത് ചെയ്യാനുള്ള പേടിയുള്ളവർക്കും ഏജൻസികൾ ഉപയോഗിക്കാം. അതല്ല, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ധൈര്യമായിട്ട് ചെയ്യുക. മറ്റുള്ളതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റബിൾ, റിട്ടേൺ കൂടുതലുണ്ട്. പക്ഷെ അതിന്റെ മറ്റൊരു മെയിൻ പ്രശ്നമായിട്ട് പറയുന്നത്, ഇതങ്ങനെ റിട്ടേൺ കൂടുതൽ വരുമെങ്കിലും ഇതിൽ നിന്നും മറ്റേ ഒരു പ്രോപ്പർട്ടി, 2 പ്രോപ്പർട്ടി, 3 പ്രോപ്പർട്ടി, 4 പ്രോപ്പർട്ടി അങ്ങനെ കൂടുതൽ മേടിക്കേണ്ട ആൾക്കാർക്ക് ഇവരെ ഇൻകം ആദ്യത്തെ 2 കൊല്ലത്തേക്ക് ഒരു ബാങ്കുകാരും പരിഗണിക്കാറില്ല. പക്ഷെ എല്ലാ ബാങ്കുകാരും ഈ എയർബിഎൻബിക്ക് ലോണും തരാറില്ല. ഇപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരുപാട് മലയാളികൾ എയർബിഎൻബിയിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് ഇന്ത്യൻസും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. അത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും, ഇന്ത്യയിലായാലും എയർബിഎൻബി വളരെ പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഇപ്പൊ റൺ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ ആർക്കെങ്കിലും എയർബിഎൻബിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അത് എയർബിഎൻബിക്ക് ആവശ്യമുള്ള വീടുകൾ മേടിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ സുധേഷുമായിട്ട് ബന്ധപ്പെടാം. അദ്ദേഹത്തിന്റെ നമ്പർ നമ്മുടെ വീഡിയോ കൊടുക്കുന്നതാണ്. അദ്ദേഹം ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു. തീർച്ചയായിട്ടും. പിന്നെ ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുവോ, അതായത് ഇങ്ങനെ എയർബിഎൻബിയുമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുവോ, അതേക്കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾ അവർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.